നമസ്കാരം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന പ്രവണതയാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു മതത്തിൻ്റെ പ്രതിനിധിയായല്ല, ഒരു മനുഷ്യനായിട്ടാണ്. പിന്നീട് കുടുംബവും സമൂഹവും ചേർന്നാണ് അവന് വിവിധ മതപരമായ തിരിച്ചറിയലുകൾ ലഭിക്കുന്നത്. എന്നാൽ ഈ തിരിച്ചറിയലുകളേക്കാൾ വലുതാണ് നമ്മുടെ മനുഷ്യത്വം. ഒരു ജിം എന്നത് ആരോഗ്യത്തിനും ശാരീരിക ക്ഷമതയ്ക്കുമായി ആളുകൾ എത്തുന്ന ഒരിടമാണ്. അവിടെ പ്രധാനമാക്കേണ്ടത് ശാരീരികാരോഗ്യവും കായിക ശീലങ്ങളും പരസ്പര ബഹുമാനവുമാണ്. ഒരു വ്യക്തി തൻ്റെ വിശ്വാസപ്രകാരം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും ഉണ്ടായിരിക്കണം. അതേസമയം സമൂഹത്തിലെ പൊതുവായ ഇടങ്ങളെ അനാവശ്യമായി മതപരമായ വിഭജനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുന്നത് നമ്മുടെ ഐക്യത്തെ ബാധിക്കരുത്. ഇന്ന് നമ്മൾ ഒരു വലിയ ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം, കായികം, കല, ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകളെപ്പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്? നമ്മെ ഒന്നിപ്പിക്കേണ്ട ഇടങ്ങൾ പോലും ചിലപ്പോൾ വിഭജനങ്ങളുടെ ചർച്ചകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും മനുഷ്യർ രൂപപ്പെടുത്തിയ സാമൂഹിക സംവിധാനങ്ങളാണ്. അവയിൽ പലതും നല്ല മൂല്യങ്ങളും ധാർമ്മികതയും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മതം മനുഷ്യനെ സേവിക്കേണ്ടതാണ്. മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ പരസ്പരം അകന്നു പോകരുത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരനും തൻ്റെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഒരു മതത്തെ എതിർക്കലോ ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തലോ അല്ല, മറിച്ച് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു സമൂഹം സൃഷ്ടിക്കലാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായത് മതവൈര്യമല്ല, ശാസ്ത്രീയ ചിന്തയാണ്. പരസ്പര സംശയമല്ല, സഹവർത്തിത്വമാണ്. വിഭജനമല്ല, ഐക്യമാണ്. ഒരു വ്യക്തിയുടെ മതം, ജാതി, ഭാഷ, വസ്ത്രധാരണം എന്നിവയേക്കാൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പ്രവർത്തനവുമാണ് വിലയിരുത്തപ്പെടേണ്ടത്. നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു സത്യവുമാണ്, ഈ രാജ്യത്തിൻ്റെ ശക്തി അതിൻ്റെ വൈവിധ്യത്തിലാണ്. വ്യത്യസ്ത വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഉള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നതിലാണ് ഇന്ത്യയുടെ മഹത്വം. ആ മഹത്വം സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തം ഓരോ പൗരൻ്റെയുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. മനുഷ്യനെ മതത്തിന് മുകളിൽ കാണുക, സ്നേഹത്തെ വിദ്വേഷത്തിന് മുകളിൽ കാണുക, ശാസ്ത്രീയ ചിന്തയെ അന്ധവിശ്വാസത്തിന് മുകളിൽ കാണുക. പൊതുജന സമൂഹത്തെ വിഭജിക്കുന്നതിനേക്കാൾ നമ്മെ ഒന്നിപ്പിക്കുന്ന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുക. നമ്മൾ ആദ്യം മനുഷ്യരാണ്, അതിനു ശേഷമാണ് മറ്റ് എല്ലാ തിരിച്ചറിയലുകളും. മനുഷ്യത്വം വിജയിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.